നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കാനഡയിലെ രാമക്ഷേത്രത്തിന്റെ ചുവരുകളിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടതിനെ അപലപിച്ച് ഇന്ത്യ. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനും കുറ്റക്കാർക്കെതിരെ വേഗത്തിൽ നടപടിയെടുക്കണമെന്നും കാനഡ അധികൃതരോട് ഇന്ത്യ സർക്കാർ. കൂടുതലറിയാം പ്രവാസി മലയാളിയിലൂടെ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ. ഏറ്റവും പുതിയ പ്രവാസി വാർത്തകൾ നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ തന്നെ എത്തിച്ചേരും. സോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ പ്രവാസികളെ സംബന്ധിക്കുന്ന വാർത്തകളും വീഡിയോകളും ഞങ്ങൾക്ക് അയച്ചു തരൂ. ഈ ചാനലിൽ അത് പ്രക്ഷേപണം ചെയ്യാം. അയക്കേണ്ട മെയിൽ ഐ ഡി പ്രവാസിവിശേഷങ്ങൾ@gmail.com. നിങ്ങളുടെ എല്ലാ വിശേഷങ്ങളും ഞങ്ങൾക്ക് എഴുതി അറിയിക്കൂ. മിനിസാഗയിലെ രാമക്ഷേത്രത്തിന്റെ പിൻവശത്തെ ചുമരിലാണ് ഇന്ത്യ വിരുദ്ധവും ഖലിസ്ഥാൻ അനുകൂലവുമായ മുദ്രാവാക്യങ്ങൾ പെയിന്റ് ഉപയോഗിച്ച് എഴുതിയ നിലയിൽ കണ്ടെത്തിയത്. നരേന്ദ്രമോദിയെ ഭീകരവാദിയായി പ്രഖ്യാപിക്കുക, ഹിന്ദുസ്ഥാൻ മുർദാബാദ്, ബിദ്രൻവാല രക്തസാക്ഷി എന്നിങ്ങനെയാണ് ക്ഷേത്ര ചുമരിൽ പ്രത്യക്ഷപ്പെട്ട എഴുത്ത്. അധികാരികളുമായി വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും കോൺസുലേറ്റ് ജനറൽ അറിയിച്ചു. കഴിഞ്ഞ 8 മാസത്തിനിടെ 4ാമത്തെ സംഭവമാണ് ഇത്. എന്നാൽ കാനഡയിൽ വിദ്വേഷത്തിന് സ്ഥാനമില്ലെന്നും പോലീസ് അന്വേഷിക്കുകയാണെന്നും ബ്രാംപ്ടൺ മേയർ പാട്രിക് ബ്രൗൺ വ്യക്തമാക്കി. ഇത്തരം പ്രവൃത്തികൾ ഇന്ത്യക്കാരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെന്നും കോൺസുലേറ്റ് ജനറലിനെ ഉദ്ധരിച്ച് ANI റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വർഷം സമാന രീതിയിൽ 2ാം തവണയാണ് കാനഡയിൽ ക്ഷേത്രങ്ങളിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയരുന്നത്. കഴിഞ്ഞയാഴ്ച ക്ഷേത്രത്തിൽ മോഷണ ശ്രമവും പരാജയപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സുരക്ഷാ അലാറം അടിച്ചതിനെ തുടർന്ന് മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഒരു ദിവസത്തിനു ശേഷം ബ്രാംപ്ടണിലെ ഭാരത് മാതാ മന്ദിറിലും അതിക്രമം നടന്നിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ കാനഡയിലെ സ്വാമിനാരായണ മന്ദിർ ആക്രമിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ജൂലൈയിൽ മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടായി. നേരത്തെ ബ്രാംപ്ടണിലെ ഗൗരി ശങ്കർ മന്ദിറിലും സമാന രീതിയിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം എഴുതിയിരുന്നു. 2022 ജൂലൈ മുതൽ ഇന്നുവരെ റിപ്പോർട്ട് പ്രകാരം കാനഡയിൽ 4 തവണ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. സെപ്റ്റംബറിൽ സ്വാമിനാരായണ മന്ദിർ ആക്രമിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ജൂലൈയിൽ മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. മോദി വിരുദ്ധ എഴുത്തുകളും മുദ്രാവാക്യങ്ങളും നിറഞ്ഞ ക്ഷേത്രത്തിന്റെ ചിത്രങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ചിത്രങ്ങളെ സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇത്തരം വിദ്വേഷ പ്രവൃത്തികൾ കാനഡയിൽ അനുവദിക്കില്ല എന്നും എല്ലാവരും തങ്ങളുടെ ആരാധനാലയങ്ങളിൽ സുരക്ഷിതരായിരിക്കണമെന്നും സംഭവത്തെ അപലപിച്ച് ബ്രാംപ്ടൺ മേയർ പാട്രിക് ബ്രൗൺ പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.